ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GK-Tutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് LDC എക്സാം ട്യൂട്ടോറിയലിന്റെ GK-യുടെ രണ്ടാം ഭാഗമാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. തൊട്ടു മുൻപ് പറഞ്ഞു നിർത്തിയത് ആധുനിക കവിത്രയങ്ങളെ കുറിച്ചാണ്. അതായത് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ടഹോ എന്ന വരികൾ ആരുടേതാണ്? കുമാരൻ ആശാന്റേതാണ് ഈ വരികൾ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ടഹോ. ഇത് കുമാരനാശാന്റെ വരികളാണ്. ജാതി വ്യവസ്ഥക്കെതിരെ ആശാൻ എഴുതിയ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിലെ വരികളാണ് ഇത്. ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്കിന്നത്തെ ആചാരമാകാം എന്ന് പാടിയ കവി കുമാരനാശാൻ തന്നെയാണ്. ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം എന്ന് പാടിയ കവി ആരാണ്? കുമാരൻ ആശാനാണ്. അതുപോലെ തന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത കവിയും കുമാരനാശാനാണ്. അപ്പോൾ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ടഹോ എന്ന കൃതിയും ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം എന്ന വരികളും മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന വരികളും എഴുതിയത് കുമാരനാശാനാണ്. അപ്പോൾ കുമാരനാശാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആധുനിക കവിത്രയങ്ങളിൽ, അതായത് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഇവർ മൂന്നുപേരും ചേർന്നാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന് പറയുന്നത്. ഇതിലൊരാളാണ് കുമാരനാശാൻ. ഇദ്ദേഹത്തിന് ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നെല്ലാം ഉള്ള വിശേഷണം ഉണ്ട്. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് കുമാരനാശാൻ. കവി എന്നതിലുപരി കേരള നവോത്ഥാന ചരിത്രത്തിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു കുമാരനാശാൻ. വീണപ്പൂവിലെ വരികളാണ്: ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരിക്കുന്നൊരു രാജ്ഞി കണക്കെന്നി, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ. ഇപ്പോൾ ദുരവസ്ഥയിലെ പ്രമേയം മലബാർ കലാപമാണ്. പ്രരോദനം, ശങ്കരശതകം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കരുണ ഇവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കുമാരനാശാൻ അവസാനം രചിച്ച ഖണ്ഡകാവ്യമാണ് കരുണ. കുമാരനാശാൻ അവസാനം രചിച്ച ഖണ്ഡകാവ്യം ഏതാണ്? കരുണയാണ്. രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദരം പ്രകടിപ്പിച്ച് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യ കോകിലം. രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദരം പ്രകടിപ്പിച്ച് കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ദിവ്യ കോകിലം. കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമായ പ്രരോദനം ഇതിന്റെ 100 വർഷം തികഞ്ഞത് എന്നാണ്. കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമായ പ്രരോദനം ഇതിന്റെ 100 വർഷം തികഞ്ഞത് 2019 പല്ലനയാറ്റിൽ വെച്ചുണ്ടായ റെഡീമർ ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ മരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ വാത്മീകി രാമായണം വിവർത്തനം ചെയ്തതിനാലാണ് അദ്ദേഹം കേരള വാത്മീകി എന്ന് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ അദ്ദേഹം ഋഗ്വേദവും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രയോഗം. അപ്പോൾ ഇതൊരു മഹാകാവ്യമാണ്. എന്റെ ഗുരുനാഥൻ പ്രശസ്തമായ കൃതിയാണ്. അച്ഛനും മകളും, ശിഷ്യനും മകനും, സാഹിത്യമഞ്ജരി, ബധിര വിലാപം, ദണ്ഡകാരണ്യം, മഗ്ദലന മറിയം, അല്ലാഹ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇത് കൂടാതെ വന്ദിപ്പിൻ മാതാവിനെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വന്ദിപ്പിൻ മാതാവിനെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. ഇദ്ദേഹം തന്നെയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഇത് 1930 കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന സ്ഥലത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ്. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം.
കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വാത്മീകി രാമായണം വിവർത്തനം ചെയ്തതിനാലാണ് ഇദ്ദേഹത്തിന് ഈ പേര് ലഭിക്കുന്നത്. ഇതുകൂടാതെ ഋഗ്വേദവും ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി കൂടിയാണ് വള്ളത്തോൾ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ചിത്രയോഗം എന്ന മഹാകാവ്യം, എന്റെ ഗുരുനാഥൻ, അച്ഛനും മകളും, ശിഷ്യനും മകനും, സാഹിത്യമഞ്ജരി, ബധിരവിലാപം, ദണ്ഡകാരണ്യം, മഗ്ദലനമറിയം, അള്ള എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ്. വന്ദിപ്പിൻ മാതാവിന് എന്ന ദേശഭക്തി ഗാനം രചിച്ചതും വള്ളത്തോളാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു. അതുപോലെ തന്നെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും വള്ളത്തോളാണ്. അപ്പോൾ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന സ്ഥലത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ആരാണ്? കേരള സാഹിത്യ ചരിത്രം എഴുതിയ വ്യക്തി ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖ ഗായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്ന് ഉമാ കേരളമാണ്. ഇത് ഒരു മഹാകാവ്യമാണ്. ഇത് കൂടാതെ കർണഭൂഷണം, പിങ്കള എന്നിവയും ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കാക്കേ കാക്കേ കൂടവിടെ എന്ന കവിത രചിച്ചതും ഉള്ളൂരാണ്. അപ്പോൾ കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ഇദ്ദേഹത്തിന്റെ മഹാകാവ്യത്തിന്റെ പേരാണ് ഉമാ കേരളം. മറ്റു കൃതികൾ കർണഭൂഷണം, പിങ്കള ഇവയൊക്കെയാണ്. കാക്കേ കാക്കേ കൂടവിടെ എന്ന കവിത രചിച്ചിരിക്കുന്നതും ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്, അതായത് AK ഗോപാലൻ. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-32 എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം നേടുന്നതിനായി 1931 നവംബർ 1 ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ആരംഭിച്ച സത്യാഗ്രഹ സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG. ഇത് നടന്ന വർഷം 1931-32 കാലഘട്ടമാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K. കേളപ്പൻ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K. കേളപ്പൻ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഒന്ന് പറഞ്ഞു തരാം. അതായത് ഗാന്ധിജിയും ടാഗോറും അഭിപ്രായപ്പെട്ടിട്ടും ക്ഷേത്രം തുറന്നുകൊടുക്കാൻ അന്നത്തെ സാമൂതിരി തയ്യാറായിരുന്നില്ല. 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം K. കേളപ്പൻ താൽക്കാലികമായി ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അതോടെ ഗുരുവായൂർ സത്യാഗ്രഹവും നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ ഉദ്ദേശിച്ച ഫലം നേടിയില്ലെങ്കിലും പൊതുജനബോധം ഉണർത്താൻ ഈ സത്യാഗ്രഹം കാരണമായി. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനട യാത്ര നടത്തിയ വോളണ്ടിയർ സംഘത്തിന് നേതൃത്വം നൽകിയത് T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ അഥവാ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-32. 31 മുതൽ 32 വരെയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു ദേവസ്വം ബോർഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 2 ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രയാൻ 2 മിഷന് വേണ്ടി ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം റഷ്യയാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചന്ദ്രയാൻ 2മായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ട വർഷം എന്നാണ്. 2019 ജൂലൈ 22. അപ്പോൾ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം എന്നാണ് 2019 ജൂലൈ 22 ആണ്. ഇനി പറയാൻ പോകുന്ന ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മുൻപ് PSCയും ദേവസ്വം ബോർഡും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? GSLV MK3 ആണ്. GSLV MK3. അപ്പോൾ GSLV MK3യുടെ ഫുൾ ഫോം ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ്. അപ്പോൾ ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം GSLV MK3 ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ
മാർക്ക് 3. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 2 മിഷനിലെ റോവറിന്റെ പേര് എന്താണ്? ചന്ദ്രയാൻ 2 മിഷനിലെ റോവറിന്റെ പേര് എന്താണ്? പ്രഗ്യാൻ എന്നാണ് ചന്ദ്രയാൻ 2 മിഷനിലെ റോവറിന്റെ പേര്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 2 മിഷനിലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. അപ്പോൾ ചന്ദ്രയാൻ 2 മിഷനിലെ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നും ചന്ദ്രയാൻ 2 മിഷനിലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നുമാണ്. അപ്പോൾ ചന്ദ്രയാൻ 2വിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2വിന് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം റഷ്യയാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത് 2019 ജൂലൈ 22-നായിരുന്നു. വിക്ഷേപണ വാഹനം GSLV MK-3, അതായത് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 2 മിഷനിലെ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നും ചന്ദ്രയാൻ 2 മിഷനിലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നുമാണ്. ചന്ദ്രയാൻ 2 മിഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട മറ്റു ക്വസ്റ്റ്യൻസ്: ചന്ദ്രന്റെ തെക്ക്, അതായത് ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? അതാണ് ചന്ദ്രയാൻ 2. ചന്ദ്രന്റെ തെക്ക് ഭാഗത്ത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ ബഹിരാകാശ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. അപ്പോൾ ചന്ദ്രയാൻ 2വിന്റെ പ്രോജക്ട് ഡയറക്ടർ M. വനിത, അതായത് മുത്തയ്യ വനിത എന്നാണ് ഫുൾ നെയിം. ചന്ദ്രയാൻ 2വിന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിഥാലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും വനിതകളാണ്. അപ്പോൾ ചന്ദ്രയാൻ 2 മിഷന്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത, ചന്ദ്രയാൻ 2വിന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിഥാൽ. എന്നാൽ ചന്ദ്രയാൻ 2 സമയത്തെ ISROയുടെ ഡയറക്ടർ K. ശിവൻ. ചന്ദ്രയാൻ 2 സമയത്തെ ISROയുടെ ഡയറക്ടർ ആരായിരുന്നു? K. ശിവനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K. ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K. ശിവനാണ്. ഇനി നെക്സ്റ്റ് മിഷൻ ചന്ദ്രയാൻ 3 ആണ്. അപ്പോൾ 2024 നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇത് ഇന്ത്യയും ജപ്പാന്റെയും ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള ബഹിരാകാശ ദൗത്യ ആശയമാണ്. ഇന്ത്യയുടെ ISROയും ജപ്പാന്റെ JAXAയും ചേർന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ ദൗത്യമാണ് ചന്ദ്രയാൻ 3. അപ്പോൾ ഇതിന്റെയും വിക്ഷേപണ വാഹനം GSLV MK-3 തന്നെയാണ്. അതായത് ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ വാഹനം തന്നെയാണ് ചന്ദ്രയാൻ 3ക്കും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 എന്നത് ഏതൊക്കെ രാജ്യങ്ങളുടെ ഏജൻസികൾ തമ്മിലുള്ള ബഹിരാകാശ ദൗത്യമാണ്? ഇന്ത്യയും ജപ്പാനും. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണെന്ന് കൂടി പഠിച്ചിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് 2009 ആഗസ്റ്റിലായിരുന്നു. അപ്പോൾ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം PSLV XL-C11. അപ്പോൾ ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുമ്പോൾ ചന്ദ്രയാൻ 1നെ കുറിച്ചും 2നെ കുറിച്ചും ഇനി വരാൻ പോകുന്ന 3ാമത്തെ മിഷനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ഇത് വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം PSLV XL-C11. ഓക്കെ, ഇനി നിലവിലെ, അതായത് 2022 ISROയുടെ ചെയർമാൻ ആരാണ്? നിലവിലെ ISROയുടെ ചെയർമാൻ S. സോമനാഥാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര പര്യവേക്ഷണ ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര പര്യവേക്ഷണ ദൗത്യമായിരുന്നു മംഗൾയാൻ 1. ഇനി നെക്സ്റ്റ്, എല്ലാ ജാതിക്കാർക്കുമായി പൊതുകിണറുകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? അപ്പോൾ ഇത് ദേവസ്വം ബോർഡിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ജാതിക്കാർക്കുമായി പൊതുകിണറുകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യ വൈകുണ്ഠർ, അതായത് വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. വൈകുണ്ഠ സ്വാമികളുടെ മറ്റൊരു നാമമാണ് അയ്യ വൈകുണ്ഠർ. അദ്ദേഹത്തിന്റെ ജീവിതകാലം 1809 മുതൽ 1851 വരെയായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേരുകളായിരുന്നു മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി ഇവയൊക്കെ. അപ്പോൾ മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നീ പേരുകൾ ഉണ്ടായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അയ്യ വൈകുണ്ഠർ അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികൾ. എല്ലാ ജാതിക്കാർക്കുമായി പൊതുകിണറുകൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. ഇനി കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ
സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ്. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഇത് 1836 സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠർ. 1836. അയ്യ വൈകുണ്ഠരുടെ കൃതികളായിരുന്നു അരുൾ നൂൽ, അഖിലത്തിരട്ട് മുതലായവ. ഇനി ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്ന സന്ദേശം തന്നത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതും വൈകുണ്ഠ സ്വാമികളായിരുന്നു. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യ വൈകുണ്ഠർ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി ഏതായിരുന്നു? അയ്യ വഴി. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യ വൈകുണ്ഠർ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യ വഴി. അപ്പോൾ ഇദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാൾ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതകൾ: ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽ താങ്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നിഴൽ താങ്കൾ. ഇപ്പോൾ തുവേൽ പന്തികൾ എന്ന കൂട്ടായ്മകൾ സ്ഥാപിച്ചതും വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. തുവേൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു? വൈകുണ്ഠ സ്വാമി. അതുപോലെ തന്നെ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേര് വലിച്ച സംഭവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ് അയ്യ വൈകുണ്ഠർ. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേര് വലിച്ച സംഭവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാരാണ്? അയ്യ വൈകുണ്ഠറാണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ബ്രിട്ടീഷ് ഭരണാധികാരികളെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാണ് അയ്യ വൈകുണ്ഠർ അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ഭരണാധികാരികളെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അയ്യ വൈകുണ്ഠരാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാം. അയ്യ വൈകുണ്ഠർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് വൈകുണ്ഠ സ്വാമികൾ. ഇദ്ദേഹം ജീവിച്ചിരുന്ന ജീവിത കാലഘട്ടം 1809 മുതൽ 1851 വരെയാണ്. അദ്ദേഹത്തിന്റെ പഴയ പേരുകളാണ് മുടിച്ചൂടും പെരുമാൾ, മുത്തുക്കുട്ടി മുതലായവ. സമത്വ സമാജം സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠരാണ്. എല്ലാ ജാതിക്കാർക്കുമായി പൊതുകിണറുകൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യ വൈകുണ്ഠർ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അരുൾ നൂൽ, അഖിലത്തിരട്ട് മുതലായവ. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന സന്ദേശം നൽകിയത് അയ്യ വൈകുണ്ഠറാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇദ്ദേഹം തന്നെയാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയായിരുന്നു അയ്യ വഴി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നാണ് വിളിച്ചിരുന്നത്. തുവേൽ പന്തികൾ എന്ന കൂട്ടായ്മകൾ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇത് മുൻപ് PSCയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് ഭരണാധികാരികളെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചത് അയ്യ വൈകുണ്ഠറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഇതിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.